ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റീസണുകൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഒരു കോൺടാക്റ്റിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ, നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളെ തേടി അവർ വരുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെയും രണ്ടുപേരുടെയും എനർജി നോക്കുവാണെങ്കിൽ ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു അടിപിടിയൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രകൃതക്കാരായിരിക്കും, എടുത്തു ചാടുന്ന വ്യക്തികൾ. അപ്പം നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ നല്ല സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സംസാരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തിൻ്റെ കാര്യമാണോ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴായിരിക്കും ഒരു യോജിപ്പില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ എപ്പോഴും പലതരത്തിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഉണ്ടാകും. അപ്പം ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോൺലിനെസ് തോന്നിയേക്കാം. അതായത് ചില സമയത്തെങ്കിലും നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടു പോവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവർ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ടൈം പൂർണ്ണമായും നിങ്ങൾക്ക് ചിലപ്പോൾ തരുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു തൃപ്തിക്കുറവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഇവരുടെ ഒരു അവൈലബിലിറ്റി ആയിരിക്കാം ആ ഒരു കുറവ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ നല്ലൊരു സ്നേഹം ഉണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ എങ്കിൽ കൂടിയും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു എന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യത, കൂടുതൽ ആളുകൾക്കും. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ഫോൺ ത്രൂ ആണ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് പറയുന്നു അതാണ് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരിക. അതായത് അവരിപ്പോൾ എവിടെയാണെന്ന് അവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണെന്ന് നമ്മൾ അവരോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ തിരക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അത് അപ്പുറത്തെ ആൾക്ക് വിശ്വസിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിലനിർത്തിക്കൊണ്ടാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അറിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ഒരുപാട് ഒരു ജലസിയോടെ നോക്കേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ വളരെ അസൂയപ്പെട്ട് അല്ലെങ്കിൽ കണ്ണു വെച്ചൊക്കെ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുന്ന പോലെ അടിയും പിടിയും വഴക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഫൈനലി അറ്റ് ദി എൻഡിൽ നിങ്ങൾ വളരെ ഓക്കെ ആകും. ആ ഒരു രീതിയിൽ ഒരാൾ ചിലപ്പോൾ ചെയ്ത കാര്യങ്ങൾക്ക് സോറി പറഞ്ഞിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ആയിരിക്കാം വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പൂർവാധികം ശക്തമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കൂടിയും വളരെ കാര്യമായിട്ട് ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഒരു പക്ഷേ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ഒരു ലൈഫിൽ നല്ല കാര്യമാണ്. ആരാണോ അങ്ങനെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് എപ്പോഴും അവർക്ക് ഒരു അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ
കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതലും തകർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. അവർ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ സില്ലി ആയിട്ട് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊക്കെ അത്രയും ഒരു വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത്രയും വലിയൊരു സംഭവമാണോ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് അവർ ഇതെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർക്ക് സ്വയം അത് ബിൽഡ് ചെയ്ത് വരാനുള്ള ഒരു പവർ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. അതായത് ചിലവരാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ഡൗൺ ആയി പോകും. ഒന്ന് തിരിച്ച് കരകയറി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം അതൊക്കെ പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് അവർക്ക് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ്, നിങ്ങൾ കുട്ടികളുടെ കാര്യമാണ് ഇവരോട് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവരോട് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ അതിനകത്തൊക്കെ എല്ലാ ഒരു ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നും കാണിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ ചെയ്തോളൂ എന്നുള്ള ഒരു രീതിയിലായിരിക്കാം മറുപടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിന്റെ കൂടെ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും. അതായത് അവർ വേണ്ടത്ര ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കുന്നില്ല, ചിലപ്പോൾ ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് എന്നുള്ള രീതിയിൽ അവർ കാണുന്നില്ല. ആ ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ പോകുന്ന ഒരു രീതി, ആ ഒരു രീതിയിൽ പോകുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും കൂടുതൽ അവരെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നൊന്നും അവർക്ക് വലിയൊരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കുറിച്ചും കൂടി ഒരു ഉത്തരവാദിത്തം വേണം എന്നൊക്കെ പറയാൻ ചെല്ലുമ്പോൾ ആണെന്നുണ്ടെങ്കിലും അവരത് ഒരു കൺട്രോൾ ചെയ്യാൻ ചെല്ലുന്നു എന്നുള്ള ഒരു ധാരണയായിരിക്കാം. അപ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ചിന്തകളാണ്. ഇതാണ് നമുക്കിവിടെ അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു പിക്ചർ പാസ്റ്റിലെ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അവർ വളരെ ഒരു പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അപ്പോൾ ഇവർ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ പറഞ്ഞു ആ വ്യക്തിയോട് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ അവർ അത്രത്തോളം ഓപ്പൺ അല്ല. ആവശ്യമുള്ളത് മാത്രമേ ചിലപ്പോൾ പറയുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലും ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. കാരണം ഇവർക്ക് അനാവശ്യമായിട്ട് ഒരു പ്രശ്നങ്ങളോ വഴക്കിലേക്കോ ബഹളത്തിലേക്കോ ഉണ്ടാക്കാൻ താല്പര്യമുള്ളൊരു പേഴ്സൺ അല്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചൊരു വഴക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് വെച്ച് അങ്ങനെയുള്ള കുറച്ച് സൂത്രപ്പണിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിലും വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളതായിരിക്കും. അതായത് പെട്ടെന്ന് ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണൊക്കെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഒരു ചോയ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു തോട്ട്സ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ അവർ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കൊക്കെ പോയാലോ എന്നുള്ളൊരു പേടി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. കാരണം അവർ അത്രയും ചിലപ്പോൾ ഒരു പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നു, അങ്ങനത്തെ ഒരു നേച്ചർ ആണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ ഒരു ജെനുവിനായിട്ട് നിന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഓരോരുത്തരുടെ ക്യാരക്ടർ ഓരോ ടൈപ്പ് ആകുന്നത് പോലെ തന്നെ കുറച്ച് ഉത്തരവാദിത്തവും കുറവും ലേസിനെസ്സും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പം ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സന്റെ ഒരു കോൺസെൻട്രേഷൻ മറ്റേതോ കാര്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് മറ്റേതോ കാര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അതിനിടയ്ക്ക് ഒരു സ്റ്റക്കിംഗ് ഫാക്ടർ എന്തോ കയറി വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പം അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ആ ഒരു കംപ്ലീറ്റ് സൈലൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് യാതൊരു ആക്ഷനും എടുക്കാതെ ഒരു വ്യക്തി മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് കോൾഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ കോൾഡായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് പിന്നീട് നമുക്ക് ഇതിനകത്ത് അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന
അവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തമൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടുന്ന കുറച്ചും കൂടി ഒരു കെയർ എല്ലാം ഇവരിടണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇവർ പൂർണ്ണമായിട്ടും മാറി, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഫോക്കസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ചധികം പേർക്കും ഈ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ആയിരിക്കണം. അതായത് ചിലപ്പോൾ അവരുടെ ഒരു കരിയറിനായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഇൻവോൾവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് പ്രധാനമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എപ്പോഴും തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. വേറെ പല കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു രീതിയിൽ മാറിപ്പോകാനുള്ള ഒരു ചാൻസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതായത് അവരുടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം, ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കണം, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ കിട്ടണം എന്ന തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഏതെങ്കിലും കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവാം, പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാകാം. അപ്പോൾ മെന്റലി ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉയർച്ച നേടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പൊസിഷൻ കുറച്ചും കൂടി സമൂഹത്തിൽ കൂട്ടാം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി മാറി നിന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവരോട് കൂടുതൽ കാര്യങ്ങളോ ക്ലാരിറ്റിയോ ഒക്കെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ട് മാറുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട ഭാവം നടിക്കാത്ത അങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലെയിം നിങ്ങളുടെ തലയിലായിരിക്കും അവർ കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇവർക്കൊരു സ്വര്യ സമാധാനം ഒന്നും കൊടുക്കുന്നില്ല, ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല, ആ രീതിയിലൊക്കെ പറയാനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അവർ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ വീണ്ടും വീണ്ടും അവരിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ആ ഒരു പേഴ്സൻ്റെ സ്നേഹം വേണം എന്നുള്ള ആ ഒരു ഗ്രേവിങ് നിങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷെ ഒരു ആർത്തി. പക്ഷെ അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും സംതൃപ്തരാണ്. കാരണം അത്രയധികം നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സൺ, അതറിയാം. അവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു പേഴ്സണ്. അതായത് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ഇവരാണ് നിങ്ങളുടെ ലോകം. സോ നിങ്ങൾ മറ്റെങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് അധികം ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ടില്ലെങ്കിലോ നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകാനൊന്നും പോകുന്നില്ല എന്നുള്ള അത്രയധികം അവരൊരു കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ആ ഒരു 9 ഓഫ് സോർട്സിൻ്റെ ശേഷം വന്നിരിക്കുന്ന 9 ഓഫ് വാൻഡ്സ് ആണ്. അത്രയധികം ഒരു സ്ട്രഗിൾസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുമ്പോൾ പോലും നിങ്ങൾ പിന്നെയും ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ റെഡിയാണ്, ഇനി ഞാൻ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി പഴയതുപോലെ ആക്കിയെടുക്കാൻ എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സിലാണ് നിങ്ങളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ എത്ര സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളോ വഴിപാടുകളോ മാനിഫെസ്റ്റേഷൻസോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളോട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഒരു പ്രതീക്ഷയോടുകൂടി മുഴുവൻ സമയം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്രയധികം നിങ്ങൾ സഫറും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫയറാണ്, അത്രയധികം ഒരു ഫയറി എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കത്തിച്ചു വിടുക എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളത്. ഒരു കാലത്തും ഇതിൻ്റെ ആ ഒരു അഗ്നി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇവരോട് മാക്സിമം നമ്മൾ എന്താ പറയുക, കെഞ്ചി വീഴുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലൊക്കെ പുറകെ നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം സ്ട്രഗിൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അത്രയധികം ആ ഒരു പേഴ്സണോട് കാല് പിടിച്ചും ഒക്കെ നടന്ന ഒരു എനർജി തന്നെയാണ് പിന്നീട് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു
ഫിനിഷിങ്ങിൽ ആ ഒരു പവർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പവറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴും നോക്കുമ്പോൾ ആ ഒരു 2 ഓഫ് വാൻസിൻ്റെ എനർജി വീണ്ടും കാണാൻ പറ്റുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ നിങ്ങൾ മാറ്റി, നിങ്ങളുടെ ഒരു ശൈലി നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഒരുപാട് ഇവരുടെ കാല് പിടിച്ച് പിറകെ നടന്നും ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു സ്പേസ് കൊടുത്ത് മാറി നോക്കിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ പഠിച്ച പാണി 18 നോക്കിയിട്ട് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾ ചേഞ്ച് ചെയ്തു. അതായത് ഒരുപാട് ബുദ്ധിമുട്ടോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകാം, ഞാൻ എന്തിനാണ് ഇനി ഇങ്ങനെ പുറകെ നടക്കുന്നത്, ഇനി അവരായിട്ട് വരുമ്പോൾ വേണമെങ്കിൽ വരട്ടെ, ഇനി ഞാൻ എൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ നടന്ന് എൻ്റെ വില നശിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മാറി നിന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. രണ്ടുപേര് തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഈഗോ അവിടെ ഒരു ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇവിടെ ഒരു കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ആൾക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരെന്താണോ ഇവർ അച്ചീവ് ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ ഇവർ എന്ത് കാര്യങ്ങളിലേക്കാണോ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയത്, ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് നേടാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യം അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു അവരുടെ കരിയറിന് അകത്ത് ഒരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം ഒരു ഫൈനാൻഷ്യലി കുറച്ച് മോട്ടിവേറ്റ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ ഇവർക്ക് ഒരു അച്ചീവ്മെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അച്ചീവ് ചെയ്ത് വരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കും, അപ്പം നിങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഈ ഒരു അടുത്തായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവാം. അതായത് നിങ്ങളും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നും കളയാതെ ഒരുപാട് വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഇവരിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവരെ മൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നോക്കി മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു എനർജി എങ്കിൽ തീർച്ചയായിട്ടും കുറച്ചധികം പേർക്കും ഈ ഒരു ഡിസംബർ മാസം അവസാനത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസംബർ മാസത്തിന് അവസാനത്തോടുകൂടി അങ്ങനെ ഒരു കോണ്ടാക്ട് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അപ്പം ഇത്രയും നാൾ നിങ്ങൾ അവരെ തേടി നടക്കുകയായിരുന്നു, ഒരു വലിയൊരു മുഖം തരാതെ നടക്കുകയായിരുന്നു. പക്ഷെ അവരായിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ടാവാനുള്ളൊരു ചാൻസ് ഒരുപാട് പേർക്കുണ്ട്. കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു കിങ് ഓഫ് പെന്റക്കിൾസിന്റെ നേരെ അടുത്ത് ഒക്കെ നമുക്ക് ആ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് തന്നെ, അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് സംഭവിച്ചു, അതില്ലാതെ ആയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ റീബർത്ത് വരും. അപ്പം മനസ്സിനകത്ത് അവർ എവിടെ പോയിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾ അവിടെ ഉണ്ടാകും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു റീബർത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്രയധികം നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സംഭവം അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർ അത്ര വലിയൊരു കാര്യമാക്കി എടുത്തില്ലായിരുന്നു അത് നിങ്ങളൊന്ന് മാറി നിന്നതൊക്കെ. പക്ഷെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അതിനൊരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ പാർട്ട്ണർ പോയി കഴിഞ്ഞോ എന്നുള്ളൊരു പേടിയൊക്കെ ഇവിടെ ഇവർക്ക് നോക്കുമ്പോഴത്തേക്കും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 ഓഫ് വാൻഡ്സ് അത് നേരെ വേറൊരു ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലേഡി, അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഫോക്കസ് കിട്ടുന്നില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിനകത്തേക്ക് പോയോ, അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു താല്പര്യം കുറഞ്ഞോ, ഇനി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇല്ലേ എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അത്രയധികം ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ കുറച്ച് മടിയുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് താല്പര്യമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അവരുടെ ഒരു ക്യാരക്ടറിനൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു മറ്റൊരു ലെവലിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഏജ് വൈസ് അവർ ഒന്നും കൂടി ഒരു മെച്ചുർ ആയത് കൊണ്ടായിരിക്കാം. അപ്പോൾ എനിവേ അവർ കുറച്ചും കൂടി ആ ഒരു പേഴ്സൺ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ
ആ ഒരു കുട്ടികളെയൊക്കെ ഉള്ള ഒരു നേച്ചർ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. ഇത്രയും നാളെ നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ മുഖമൊക്കെ തിരിച്ച് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാണ്ട് ആയതിനു ശേഷം കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം ആ ഒരു ഡെത്തായ സിറ്റുവേഷനിൽ റീബർത്ത് ആവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതായത് അവരായിട്ട് തന്നെ ഒന്ന് സൈലൻ്റായി ചിലപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ കാലകാലം മാറി നിൽക്കുമോ എന്ന് കരുതിയിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒരു റീബർത്ത് വേണമെന്ന് ഇവിടെ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരിവിടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് വലിയ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അവരുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം അവർ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഈ എന്താ പറയുക ആ ഒരു നേട്ടങ്ങളൊന്ന് പങ്കുവെക്കാനായിട്ടുള്ളൊരു പേഴ്സൺ അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി തന്നെയാണ്. അതായത് ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ്. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനായിട്ട് എത്തും, ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ഈ പേഴ്സൺ എത്തും എന്നാണ്, അല്ലെങ്കിൽ അവർ എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് ആയി പോയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും കംപ്ലീറ്റ്ലി അവർ ആഗ്രഹിക്കുന്നത് പോലെ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരണം, അതിനൊരു റീബർത്ത് ഉണ്ടാകണം എന്ന് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചില വസ്തുക്കൾ നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു വില അറിയുക എന്ന് പറയില്ല. അപ്പോൾ ആ ഒരു മൂല്യം അറിയുന്നത് നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് തിരക്കി ചെല്ലുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴായിരിക്കും അതിനൊരു വലിയ ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ എത്രയും വേഗം വരണം എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ ഇത് പഴയതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം എന്ന് അവരുടെ മനസ്സ് പറയുന്നു. നമ്മൾ പറയുന്നത് ആ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിട്ട് തന്നെ പറയും, നിങ്ങൾ എന്തുകൊണ്ട് എന്നിലേക്ക് വന്നില്ല, എൻ്റെ അടുത്തൊന്നും മിണ്ടായിരുന്നില്ലേ, ഞാൻ വന്നേനല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിക്കും. കാരണം അത്രയധികം നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അതുപോലെ ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളറ്. 1997 എന്ന് പറയുന്നൊരു വർഷം കൂടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ തുടരെ കാണുന്നുണ്ടായിരിക്കാം. ഡിസംബർ മന്ത് നമുക്കിവിടെ ഒരു പോസിബിലിറ്റിയാണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടുക്കി ജില്ലയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാം. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 41 ഓറഞ്ച് കളർ. 1985 സോഷ്യൽ മീഡിയ. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവളിലെ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1983 1976 2001 നമ്പർ 50 നമ്പർ 33 ലോയർ. ലെറ്റർ എസ്. മലപ്പുറം ജില്ല. 1995 ട്രൂ ലവ്. ഡാൻസ്. എറണാകുളം ജില്ല. മെസ്സി ഹെയർ സ്റ്റൈൽ. ടോക്കറ്റീവ്. കൊല്ലം ജില്ല. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ്. നമ്പർ 52 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 36 നമ്പർ 25 ഗ്രീൻ കളർ. ടീച്ചർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.